നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിന് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നലെ തിരശീല വീണു. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാനും രാഷ്ട്രത്തിന്റെ ഭാവി നിർണ്ണയിക്കാനുമുള്ള അവസരമാണ് സമ്മതിദാനാവകാശം. അത് വിനിയോഗിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയുമാണ്. അതായത് ഓരോ വോട്ടും വിലയേറിയതാണ്. അതുകൊണ്ട് തന്നെ കിടപ്പ് രോഗികൾക്കും ഗുരുതര ഭിന്നശേഷിയുള്ളവർക്കും വീട്ടിലെ വോട്ട് എന്ന ആശയവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തുണ്ട്. പോളിംഗ് ബൂത്തിലെത്താൻ കഴിയാത്ത കിടപ്പ് രോഗികളുടെയും മറ്റും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നത് പ്രത്യേക പോളിംഗ് സംഘമാണ്. ഇടുക്കിയിൽ നിന്നും അത്തരമൊരു വാർത്തയാണ് ഇന്നത്തെ നല്ല വാർത്തയിൽ ആദ്യം. ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്റെ ഏറ്റവും വലിയ അധികാരങ്ങളിലൊന്നായ വോട്ട് രേഖപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉപകരണങ്ങളുമായി കൊടും വനത്തിലൂടെ നടന്നത് 20 കിലോമീറ്റർ. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നൂറടിയിലെ 31-ാം ബൂത്തിലെ 246-ാം നമ്പർ വോട്ടറാണ് 92 വയസ്സുള്ള ശിവലിംഗം. കിടപ്പ് രോഗിയായ ഇദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട 9 അംഗ സംഘമാണ് കൊടുങ്കാടിലൂടെ വന്യമൃഗങ്ങളുടെ ഭീഷണിയിലും 20 കിലോമീറ്ററോളം നടന്ന് തങ്ങളുടെ ദൗത്യം നിറവേറ്റിയത്. ഇതിൽ 3 സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നതാണ് പ്രത്യേകത. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഒറ്റയാൾ പാതയിലൂടെ വടികുത്തിപ്പിടിച്ചും മരം കൊണ്ടുള്ള പാലങ്ങൾ കയറിയുമൊക്കെ തങ്ങളുടെ കർത്തവ്യം നിറവേറ്റാനായി പുറപ്പെട്ടത്. എപ്പോൾ വേണമെങ്കിലും മുന്നിൽ വന്ന് പെട്ടേക്കാവുന്ന കാട്ടുപോത്ത്, ആന തുടങ്ങി മൃഗങ്ങളുടെ ഭീഷണി ഒരു ഭാഗത്ത്, ഉത്തരവാദിത്വം നിറവേറ്റുക എന്ന ലക്ഷ്യബോധം മറുഭാഗത്ത്. എന്നാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പക്ഷികളുടെ ശബ്ദങ്ങളും ഉച്ചസമയത്തും സൂര്യൻ എത്തി നോക്കാത്ത ഇടങ്ങളിലെ നിശബ്ദതയും ഭയപ്പാടോടെയാണെങ്കിലും ആസ്വദിച്ച് തന്നെയാണ് സംഘം ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയതെന്ന് ഈ സംഘത്തിലെ പ്രഥമ പോളിംഗ് ഓഫീസറായ മൂന്നാർ ഗവൺമെന്റ് HSSലെ അധ്യാപിക ഡോക്ടർ ആശ നല്ല വാർത്തയോട് പറയുന്നു. കൃത്യം 6 മണിക്കാണ് ഞങ്ങൾ മൂന്നാറിന്ന് യാത്ര തുടങ്ങുന്നത്. അവിടുന്ന് രാജമല കയറി ഇരവികുളം നാഷണൽ പാർക്കിലൂടെ പെട്ടിമുടി വഴി ആനമുടി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് വീണ്ടും 2.5 മണിക്കൂർ നമ്മൾ ട്രെക്കിംഗ് ജീപ്പിൽ സഞ്ചരിക്കണം, ശേഷം 5.5 മണിക്കൂർ കൊടും വനത്തിലൂടെ യാത്ര ചെയ്യണമെന്ന്. ശരിക്കും ഞാനൊക്കെ നടക്കാൻ നല്ല മടിച്ചിയാണ്, എന്നാലും നമ്മളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അതിനുമപ്പുറം ഈ കാടിൻ്റെ ഒരു വന്യത, അതിലൂടെ യാത്ര ചെയ്യാനുള്ള ത്വര ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. മാത്രവുമല്ല, നമ്മളെ ഗവൺമെൻറ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഡ്യൂട്ടി ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തീർക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഓഫ് റോഡ് ജീപ്പിൽ കയറി ഒരു കല്ലിൽ നിന്നും അടുത്ത കല്ലിലേക്ക് ചാടി പോകുന്നത് പോലെ എന്താ ഭയാനകമായൊരു യാത്ര. പക്ഷേ ആ യാത്ര ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. അവിടുന്ന് ഇടമലക്കുടിക്ക് അടുത്തുള്ള കേപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഞങ്ങൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ കാൽനട യാത്ര മാത്രമേ പറ്റുള്ളൂ. കൊടുങ്കാട്ടിലൂടെയാണ് യാത്ര. ആ കാട്ടിൽ ആനയുണ്ട്, കാട്ടുപോത്തുകളുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട് എന്നൊക്കെ ആ ഒരു സമയത്താണ് ഞങ്ങൾ അറിയുന്നത്. എന്തായാലും വേണ്ടില്ല, നമ്മൾ ഒരു തീരുമാനം എടുത്തതാണല്ലോ, യാത്ര ചെയ്തിട്ട് തന്നെ കാര്യമെന്ന് ഞങ്ങളും ഉറച്ചൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ നടന്ന് 5.5 മണിക്കൂറോളം നിരന്തരം നടന്ന് ഞങ്ങൾ നൂറടിക്കുടിയിലെത്തി. അവിടെ 92 വയസ്സായ ശിവലിംഗം എന്നു പേരായ വോട്ടർ കിടപ്പ് രോഗിയാണ്. അദ്ദേഹം പ്രതീക്ഷയോടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഞങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷമായി. ഗവൺമെൻറ് ഏൽപ്പിച്ച ഒരു വലിയ ഡ്യൂട്ടി, ഹെവി റിസ്ക് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്ന ഒരു സന്തോഷമായിരുന്നു മനസ്സിൽ നിന്ന്. എന്തായാലും ഇത് ഒരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ് കേട്ടോ. ഇടമലക്കുടിയിലെ വില്ലേജ് ഓഫീസർ ശ്യാം സാറും പോലീസ് ഓഫീസർ അനീഷ് സാറ്, ഫോറസ്റ്റ് ഓഫീസേഴ്സായ ഷിബിൻദാസ് സാർ, അഭിഷേക് സാറ്, ഫോറസ്റ്റ് വാച്ചർമാരായ രാമൻ സാർ, ശിവസേനൻ സാർ, മുരുകൻ സാർ, BLOമാരായ ജയകുമാർ സാർ, രാമകൃഷ്ണൻ സാർ, പിന്നെ ഈ ചെങ്കുത്തായ വഴികളിലൂടെയൊക്കെ ഞങ്ങളെ സുരക്ഷിതരായി നയിച്ച 2 ഡ്രൈവർ കുട്ടികളുണ്ടായിരുന്നു. ഒന്ന് രതീഷും ഒന്ന് ബോബിനും. ഈ കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വൈറ്റ് കോളർ ജോലി എന്നതാണ്
ഇന്നത്തെ ഭൂരിഭാഗം യുവാക്കളുടെയും സ്വപ്നം. എന്നാൽ ബാങ്ക് മാനേജറായി ജോലി ലഭിച്ചിട്ടും അതുപേക്ഷിച്ച് സ്വന്തം താൽപ്പര്യത്തിനനുസരിച്ച് സംരംഭകനായി മാറിയ അഭിനവ് സാജൻ എന്ന യുവാവിൻ്റെ ജീവിതമാണ് ഇനി നല്ല വാർത്തയിൽ. ഷെഡ്യൂൾഡ് ബാങ്ക് മാനേജറായിരുന്ന അഭിനവ് ഇന്ന് തൻ്റെ ഉപജീവനമാർഗം കണ്ടെത്തുന്നതും ഒന്നിലധികം പേർക്ക് തൊഴിൽ നൽകുന്നതും ചാണകത്തിലൂടെയാണ്. അതെ, ചാണകത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ജൈവ സ്ലറി. പച്ചക്കറി കൃഷിക്ക് വളരെ അനുയോജ്യമായ ഈ ജൈവവളം കേരളത്തിൽ എവിടെയും എത്തിച്ചു നൽകും ഈ കുന്നംകുളം സ്വദേശി. സംരംഭകനാകുക എന്ന തന്റെ ആഗ്രഹ പൂർത്തീകരണമാണ് ഈ ജോലിയിലേക്ക് തന്നെ പ്രേരിപ്പിച്ചതെന്ന് അഭിനവ് സാജൻ നല്ല വാർത്തയോട് പറയുന്നു. ഞാനൊരു ഷെഡ്യൂൾഡ് ബാങ്കിൽ മാനേജറായിരുന്നു. തൊഴിൽ മേഖലയിൽ വന്ന മാറ്റമാണ് എന്നെ ഒരു സംരംഭകനാക്കിയത്. അപേക്ഷകരുടെ യോഗ്യതയനുസരിച്ച് വായ്പകൾ അനുവദിക്കേണ്ട ചുമതലയിൽ നിന്നും ഉപഭോക്താക്കളെ ആകർഷിച്ച് വിൽപ്പന നടത്തുക എന്ന ചുമതലയിലേക്ക് തൊഴിൽ മേഖലയിൽ മാറ്റമുണ്ടായി. വിൽപ്പന മേഖലയിൽ എനിക്ക് പരിചയം നന്നേ കുറവായിരുന്നു. വിൽപ്പനയിൽ പ്രാവീണ്യം നേടിയാൽ ജീവിക്കാൻ സാധിക്കും എന്ന തിരിച്ചറിവാണ് എന്നെ ഒരു സംരംഭകനാക്കിയത്. ഒരു സ്ഥിരവരുമാനം ലഭിക്കുന്ന ജോലി ഉപേക്ഷിച്ച് സംരംഭകനാകുക എന്നത് വളരെ ശ്രമകരമായ ചുവടുവെപ്പായിരുന്നു. ജോലി ഉപേക്ഷിച്ചതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ 10ഓളം സംരംഭങ്ങൾ പരീക്ഷിച്ച് ഞാൻ പരാജയപ്പെട്ടു. ചാണക സ്ലറി വീടുകളിൽ എത്തിക്കുന്ന സംരംഭം ആരംഭിക്കുന്നത് അതിനുശേഷമാണ്. അത് ജനങ്ങൾ സ്വീകരിച്ചു. എൻ്റെ അനുഭവത്തിൽ ജനങ്ങളുടെ തുടർച്ചയായുള്ള ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നല്ലൊരു പരിഹാരം നമ്മൾ കണ്ടെത്തിയതിന് ശേഷം അത് ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ അവരിലേക്ക് എത്തിക്കുവാൻ സാധിച്ചാൽ നമ്മളുടെ സംരംഭം തീർച്ചയായും വിജയിക്കും. സംരംഭകത്വം വളരട്ടെ. നന്ദി. അഭിനവിൽ നിന്ന് നമുക്ക് ഏറെ പഠിക്കാനുണ്ട്. മാലിന്യം എന്ന് കരുതുന്ന പല വസ്തുക്കളിൽ നിന്നും മൂല്യവർധനയിലൂടെ നമുക്ക് മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നത് മാലിന്യ സംസ്കരണത്തെ സഹായിക്കുന്നു. ഒപ്പം ജൈവകൃഷിയുടെ പ്രാധാന്യവും തൊഴിലില്ലായ്മ പരിഹാരത്തിന് സംരംഭങ്ങൾ തുടങ്ങേണ്ടതിന്റെ ആവശ്യകതയും പരിഗണിക്കുമ്പോൾ അഭിനവെ പോലുള്ള യുവാക്കളാണ് കേരളത്തിന്റെ ഭാവി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അഭിലാഷങ്ങൾ നേടിയെടുക്കുന്നതിന് ശാരീരിക പരിമിതികൾ തടസ്സമാകാത്ത നിരവധി പേരുടെ കഥകൾ നല്ല വാർത്ത ഇതിനു മുൻപ് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. അത്തരമൊരു വാർത്ത ഇത്തവണയും കേൾക്കാം. സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ച് ചലനശേഷി ഇല്ലാതായിട്ടും സിവിൽ സർവീസ് എന്ന തന്റെ ലക്ഷ്യം നേടിയെടുത്ത ശാരിക എന്ന പെൺകുട്ടിയുടെ കഥ. കൊയിലാണ്ടിയിലെ കീഴരിയൂർ സ്വദേശിയായ 23-കാരി ശാരികയ്ക്ക് ജനനം മുതൽ ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനത്തെയും ഏകോപനത്തെയും ബാധിക്കുന്ന സെറിബ്രൽ പാൾസി എന്ന രോഗാവസ്ഥയാണ്. വീൽചെയറിലായ ശാരികയ്ക്ക് പരിമിതമായ ചലനശേഷിയാണെങ്കിലും പൂർണ്ണ ഇച്ഛാശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും UPSC പരീക്ഷയിൽ തന്റെ 2ാം ശ്രമത്തിൽ ജനറൽ മെറിറ്റ് ലിസ്റ്റിൽ 922 റാങ്കോടെ ശാരിക ആ സ്വപ്നം നേടിയെടുത്തു. ഭിന്നശേഷിക്കാർക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ട് എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം ആരംഭിച്ച പ്രോജക്റ്റ് ചിത്രശലഭം എന്ന പരിശീലന പദ്ധതിയിലൂടെയാണ് ശാരിക സിവിൽ സർവീസ് കയ്യെത്തിപ്പിടിച്ചിരിക്കുന്നത്. ശ്രീ ജോബിൻ എസ് കൊട്ടാരം നല്ല വാർത്തയോട്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചിത്രശലഭം ആരംഭിച്ചത്. ഇത് 3ാം വർഷമാണ്. ആദ്യത്തെ ബാച്ചിൽ 25 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കഴിഞ്ഞ വർഷം ഷെറിൻ ഷഹാന വീൽചെയറിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസിലെത്തി. ഇത്തവണ ശാരിക സെറിബ്രൽ പാൾസി അതിജീവിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് മാറിയപ്പോൾ അത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 3 കോടിയോളം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ഇവരുടെ റെപ്രസെൻറ്റേഷൻ ഹൈ ബ്യൂറോക്രസി ആവട്ടെ അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോളിലൊക്കെ വളരെ കുറവാണ്. ഒരു നല്ല സമൂഹം എന്ന് പറയുന്ന എല്ലാവരും ഉൾക്കൊള്ളുന്ന സമൂഹമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് എന്നെ എല്ലാ കാലവും സ്വാധീനിച്ചിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ പ്രൊജക്റ്റിലൂടെ കടന്നു വരണമെന്നാണ് ആഗ്രഹം. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ID-യിൽ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.